പലരും പല പല സൊല്യൂഷൻ പറയും. അത് പല പല ഗ്രൂപ്പുകളിൽ പല പല അഭിപ്രായങ്ങൾ പറയും. അതിൽ അല്ല, നിങ്ങളൊരു ആലോചന നടത്തിയല്ലോ, നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ ഒരു അമ്മയിലൊരു അത് കയ്യിൽ നിന്ന് പോയി കേസായി പ്രശ്നങ്ങളായി. നിനക്ക് അമ്മയുടെ പ്രശ്നം എന്താ കുഴപ്പം? പല 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 പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് ഇറങ്ങി പോകുന്നതല്ലല്ലോ അതിന്റെ സൊല്യൂഷൻ. ഭാവിയിലെ അമ്മയുടെ പ്രസിഡന്റ് ആണ് ഇരിക്കുന്നത്. CM അമ്മയുടെ പ്രസിഡന്റ് ഭാവിയിൽ ബിഗ് ബോസ് അമ്മയുടെ പ്രസിഡന്റ് ആവുന്ന നീ തന്നെയല്ല വലിയ വീരവാദം മുഴക്കിയ. ഇന്നലെ അടുത്ത് രാജിയും വെച്ചല്ലോ. ഇപ്പൊ ഈ ചർച്ചയുടെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി അതിനുള്ളത് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. നിനക്ക് അമ്മയുടെ പ്രസിഡന്റ് എന്താ കുഴപ്പം? കൈയൊട്ടി പാസ്സാക്കി ഇവിടെ എത്ര പേരെ കൈയടിക്കണം? കാരണം എനിക്ക് ഇപ്പോഴേ എന്നെ പ്രസിഡന്റ് ഇപ്പോഴേ എന്നെ വിലയില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് ഒരു പ്രസിഡന്റിനോട് പെരുമാറുന്ന രീതിയിലാണോ നിങ്ങൾ എന്നോട് ഇപ്പൊ ചോദിച്ചത്? കാരണം എനിക്ക് ഈ വില കിട്ടില്ല, അതാണ് പ്രശ്നം. പ്രസിഡന്റ് ആയാലും ഇപ്പോഴേ നിങ്ങൾ എന്നെ എനിക്ക് വില തരുന്നില്ല. അല്ല, അജു പറഞ്ഞല്ലേ എനിക്ക് വാർത്തക്ക് പഞ്ഞുണ്ടാവില്ല. അജുനെ ആക്കാം. അല്ല, നിങ്ങളൊരു ആലോചന നടത്തിയല്ലോ, നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ ഒരു അമ്മയിലൊരു ആലോചനകൾ എന്ന് പറയുന്നത് പലരും എന്താ ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ഇട്ട് തരണമായിരിക്കും. അല്ല, ഞാൻ അത് അങ്ങനെ ഒരു ആലോചന നടത്തില്ല. നിങ്ങള് ഒരിക്കലും ഇല്ല. നിങ്ങൾ ഫോണിലൊക്കെ സംഭാഷണം നടത്തിയെന്ന് അജു എന്നോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അജു അച്ഛന് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. ഞാൻ ഇന്നേ വരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഞാൻ മെമ്പറായിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. ഞാൻ സിദ്ദിഖ് വന്ന സമയത്താണ് അവിടുത്തെ ആദ്യമായിട്ടൊരു പരിപാടിക്ക് പോകുന്നതും. അപ്പം എനിക്ക് വളരെ എന്താ പറയുക, എനിക്ക് അതിനകത്തുള്ള മെമ്പേഴ്സുമായിട്ട് പലരുമായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഭയങ്കര ഡീപ്പ് കണക്ഷൻ ഉണ്ട്. അച്ഛൻ ആ ഓർഗനൈസേഷനായിട്ട് തന്നെ വളരെയധികം കണക്ഷൻ ഉണ്ട്. രണ്ട് വ്യത്യാസമുണ്ട്. ഒരു സംഘടനയോട് കണക്ഷൻ ഉണ്ടാവുന്നതും അത് മെമ്പേഴ്സിനോട് കണക്ഷൻ ഉണ്ടാകുന്ന രണ്ട് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്കൊക്കെ വിഷമം ഉണ്ടാവും. അപ്പൊ പലരും പല പല സൊല്യൂഷൻ പറയും. അത് പല പല ഗ്രൂപ്പുകളിൽ പല പല അഭിപ്രായങ്ങൾ പറയും. അതിൽ എനിക്കറിയാവുന്ന എന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അജുനെ പോലത്തെ ചെറുപ്പക്കാരിൽ പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത്രേ ഉള്ളൂ, പ്രസിഡന്റ് ആകാൻ അത്രേ ഉള്ളൂ. അതെ, അതൊരു പറച്ചിൽ മാത്രമാണ്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അത് ഞാനിപ്പോ തീരുമാനിച്ചോടനെ അവിടെ പോയി പ്രസിഡന്റ് ആവാനൊന്നും പറ്റില്ല. അതായത് നമ്മുടെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഓൾറെഡി എലക്റ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, അവരുടെ ടേം കഴിഞ്ഞിട്ടില്ല. ആ ടേം കഴിഞ്ഞാൽ ഉള്ള കേസേ ഉള്ളൂ. അപ്പൊ ആ ടേം എന്ന് പറയുന്നത് 3 years ടേം അല്ലേ? ആ 3 years ടേം കഴിയട്ടെ. കാരണം പല 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 പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് ഇറങ്ങി പോകുന്നതല്ലല്ലോ അതിന്റെ സൊല്യൂഷൻ. ഉള്ള പ്രശ്നങ്ങൾ അവിടെ നിന്നുകൊണ്ട് സോൾവ് ചെയ്തിട്ട് അതും ആ ടേം അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ ആലോചിക്കണ്ട. ഈ ഭരണസമിതി തുടരുന്നതാണ് ഇഷ്ടം എന്ന് എൻ്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. കാരണം അൾട്ടിമേറ്റ്ലി ജനറൽ ബോഡിയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, അവർക്ക് ജനറൽ ബോഡിയിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരുടെയും തീരുമാനമാണ്. അത് മെജോറിറ്റി നോക്കിയിട്ടാണല്ലോ അത് ഡിസൈഡ് ചെയ്യുക. പക്ഷേ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടേം കൂടെ കാരണം അവർ ഒരിക്കലും ചില കാര്യങ്ങളിൽ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ രണ്ടാമത്. അതിൽ കൃത്യമായിട്ടുള്ള പെൻഷൻ കൊടുത്തിട്ടുണ്ടോ, ഈ മാസങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അവിടെ സഞ്ജീവനി കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതാണല്ലോ പ്രൈമറി ആയിട്ടുള്ള ആ സംഘടന നിൽക്കുന്നത്. അവിടുത്തെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ആ സംഘടന നിൽക്കുന്നത്. അതിലെന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയാം. ബാക്കിയുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്താണെങ്കിൽ അത് വേറെയാണ്. അത് പുറത്ത് വെച്ച് അല്ലാതെ തന്നെ അതിനുള്ള പ്രശ്നങ്ങളും കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോഴും ജനറൽ ബോഡിയിലുള്ള ആൾക്കാർക്ക് താല്പര്യമില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കമ്മിറ്റി ചിലപ്പോൾ ഇറങ്ങി കൊടുക്കേണ്ടി വരുമായിരിക്കും. അതാണല്ലോ അവിടെ സംഭവിച്ചത് കഴിഞ്ഞതിന്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ പറയും, ഒരാൾ ശ്വേത ചേച്ചി ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ചരിത്രമാറ്റമാണ്. കാരണം ഒരു സ്ത്രീ അതിന്റെ തലപ്പത്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നൊരു സ്ത്രീയാണ്. അവർ ഈ 3 കാര്യങ്ങൾ അവർ കോട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ബാക്കി ഉണ്ടായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ട് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ കമ്മിറ്റിക്ക് അകത്തുള്ള മെമ്പേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അത് കയ്യിൽ നിന്ന് പോയി കേസായി പ്രശ്നങ്ങളായി. അത് അവർ തന്നെ ഡീൽ ചെയ്യട്ടെ. അല്ലാത്ത പക്ഷം ഇത്തരം കാര്യങ്ങൾ കോട്ടം തട്ടിയിട്ടില്ലെങ്കിൽ അവർ ഇപ്പോഴും അതിനുവേണ്ടി സംഘടനയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവർ തുടർന്ന് പോകണം. അതിനുശേഷം 3 വർഷത്തിന് ശേഷം പുതിയൊരു ഇത് വരിക എന്നുള്ളതാണ്. കാരണം അവരെ ജയിപ്പിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പം അവർക്കെതിരെ പറയണത്. പക്ഷേ സ്വാഭാവികമായിട്ടും
അൾട്ടിമേറ്റ്ലി ജനറൽ ബോഡി എന്താണോ തീരുമാനിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഇത്. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറയും ചേച്ചി ഈ ടേം കംപ്ലീറ്റ് ചെയ്യണം. ബിക്കോസ് ചേച്ചി ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യണം എന്ന് ജെന്യുവൻലി ആഗ്രഹിച്ച് വന്ന ഒരാളായതുകൊണ്ട് ബാക്കി അതിനകത്ത് നടന്ന പ്രശ്നങ്ങൾ അതിപ്പോൾ പുറമെ കേസായി നിൽക്കുകയാണ്. അത് പുറമെ തന്നെ അത് പുറത്ത് തന്നെ നടന്ന് സോൾവ് ചെയ്യട്ടെ. ഇതാണ് കൃത്യ നിലപാടാണ് പറഞ്ഞത്. ആ നിലപാടും കൂടെ ഒന്ന് വേണമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അവസാനിച്ച ഐശ്വര്യമാണെങ്കിൽ കൈയും കാലും കാണിച്ച ഐശ്വര്യ നിർത്തുവാണ്. പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, ആ നിലപാടിലായി പോവുക. എന്തെങ്കിലും CM ആവുമോ അമ്മയുടെ പ്രസിഡന്റ് ആവുമോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കാണാം ആ സീറ്റിൽ വെച്ച്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം.